ഈ അഭിനയത്തിലേക്ക് വന്നപ്പോൾ അമ്മേനാ പറഞ്ഞു ആദ്യം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, ഡയലമേലായിരുന്നു. കാരണം ആക്ച്വലി ഐ ഹാവൻ സെഡ് ദാറ്റ് എനിവേർ ഓൺ എ ഷോ ആസ് സച്ച്. ചെറുപ്പത്തിലെ ഞാൻ മോണോ ആക്ടും കഥാപ്രസംഗവും ഒക്കെ ചെയ്യുമായിരുന്നു. സോ ലോട്ട്സ് ഓഫ് പ്രൈസസ്, യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ ഒരിക്കൽ സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം കുഞ്ഞിലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാനൊരു ഓഡിഷന് പോയപ്പോൾ I had an untoward experience there. I was like a little kid. I was second standard in പഠിക്കുന്ന സമയത്തായിരുന്നു. So 5 year 6 year girl. And someone tried to abuse me. So അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് I ran away, I escaped. പക്ഷേ yeah, that was too much at that age. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് I said no to film after that. So ചെറുപ്പകാലം മുതൽ പിന്നീട് സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ദോ ഡാൻസ് ചെയ്യുമായിരുന്നു, അഭിനയിക്കണം എന്ന ആഗ്രഹമൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നാലും എന്താ പറയുക, ചൂടുവെള്ളം കണ്ട പൂച്ച എന്നൊക്കെ പറയത്തില്ലേ. സോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഇപ്പോൾ IAS ആയതിനു ശേഷം ലൈക്ക് ലോട്ട്സ് ഓഫ് ഓഫേഴ്സ് കെപ്റ്റ് കമ്മിങ് അഗൈൻ ആൻഡ് അഗൈൻ. സോ ദെൻ ഐ തോട്ട് ഓക്കെ വൈ നോട്ട് റീകിൻഡിൽ ദാറ്റ് ഓൾഡ് ഡിസയർ വൺസ് മോർ എന്നിങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം 1-2 വെരി എന്താ പറയുക കമേഴ്ഷ്യൽ ഫിലിംസ് തന്നെയായിരുന്നു. ബട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അല്ലായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. പിന്നെ ഒരു സിനിമ വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തീമായും അതിൽ ഒരു കന്യാസ്ത്രീയുടെ റോളാണ് എനിക്ക് കിട്ടിയത്. So again, being the Holy Angels girl, I love our sisters. So being a holiness product, you have a very good experience with this. അല്ലേ? അപ്പോൾ അവരുടെ ഈ ചെറിയ ആക്ഷൻസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ അറിയാണ്ടെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. So I thought it was very easy for me to execute that role. And ഏലിയാമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര്. And who is this ഏലിയാമ്മച്ചി? Yes, ഏലിയാമ്മച്ചി is ലളിത ചേച്ചി. Okay, ഒരു വലിയ എന്താ പറയുക ഒരു സുഹൃതമായിരുന്നു ശരിക്കും ലളിത ചേച്ചിയുടെ കൂടെ. I have a very good experience and എന്താ പറയുക, ചേച്ചി is a very good advisor of me. എനിക്ക് നല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ she is like a ചേച്ചിയമ്മ for me. ദിവ്യയ്ക്ക് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് വിത്ത് ലളിത ചേച്ചി ഉണ്ടായിരുന്നു. It was a huge blessing. ലളിത ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ മധുസാരും ഇടയ്ക്ക് ഉണ്ടായിരുന്നു. മധു അങ്കിൾ. സോ ലളിത ചേച്ചിയുടെ കൂടെ എൻറ്റയർ ഷെഡ്യൂൾ വി വർ ടുഗെദർ. സോ ശരിക്കും ഭയങ്കര രസമായിരുന്നു സെറ്റ്സിൽ. വെരി എന്റർടൈനിങ്. ആൻഡ് ചെറിയ എൻ്റെ ഓരോരോ അഭിനയം ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് പറഞ്ഞു തരുകയും ഒരുപാട് പറഞ്ഞു തരുകയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ദേ ആർ ഓൾസോ ഫിലിം എന്തൂസിയാസ്റ്റ് ആക്ച്വലി. സോ അവർക്ക് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് കൂടുതൽ വന്നത്. സോ വി വർ ആക്ച്വലി എ ഫാമിലി ടുഗെദർ ഓൺ ദിസ് സെറ്റ്സ്. അപ്പോൾ ലളിത ചേച്ചിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു. ദാറ്റ്സ് വാട്ട് ഫസ്റ്റ് ഫിലിമിൽ തന്നെ ലളിത ചേച്ചിയുടെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ.